71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വലിയ വിവാദങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. സാധാരണ വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിനൊപ്പം തന്നെ വലിയ വിവാദങ്ങളും ഈ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഉണ്ടായി. ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ അല്ലേ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെയുള്ള ഉർവശി പരസ്യ പ്രതികരണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, രണ്ട് കാര്യങ്ങളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സഹനടിയെ നിർണ്ണയിക്കുക തനിക്ക്, അതായത് ഉർവശിക്ക് 71ാമത്തെ ദേശീയ അവാർഡിൽ, ചലച്ചിത്ര അവാർഡിൽ മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. അതിൽ ഞാൻ ആ ചിത്രം കണ്ട വ്യക്തിയാണ്. അതിഗംഭീരമായ പ്രകടനമാണ്. പാർവതിക്കൊപ്പം അതേ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റോൾ. രണ്ട് സ്ത്രീകളുടെ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് പോകുന്ന ഒരു സിനിമയാണ്. പാർവതിയും ഉർവശിയും ഒരേ അഭിനയ പ്രാധാന്യത്തോടു കൂടി ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. അപ്പോൾ വിജയരാഘവനും ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കിട്ടുന്നു പൂക്കാലം എന്ന സിനിമയിലെ പെർഫോമൻസിന്. അതിനോടൊപ്പം മറ്റ് പല നമുക്ക് കൗതുകരമായിട്ടും തമാശയായിട്ടൊക്കെ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ആദ്യമായിട്ട് കരിയറിൽ ആദ്യത്തെ നാഷണൽ അവാർഡ് ഷാരൂഖ് ഖാനെ കിട്ടുന്നു, ദേശീയ അവാർഡ്, ആദ്യത്തെ ദേശീയ അവാർഡാണ്. അതും ജവാൻ എന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസിന്. നമ്മൾ കണ്ട് അല്ലെങ്കിൽ തഴമ്പിച്ച സിനിമകളിൽ എത്രയോ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള, അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ്. എങ്കിൽ പോലും ആദ്യമായിട്ട് ഷാരൂഖ് ഖാന് ദേശീയ അവാർഡ് കിട്ടുന്നു. വിക്രാന്ത് മാസി എന്ന് പറയുന്ന മറ്റൊരു താരത്തിനോട് ഇത് പങ്കിട്ടു പോകുന്നു, മികച്ച നടനുള്ള അവാർഡ്. പിന്നെ അതേപോലെ നമ്മൾ അങ്ങേയറ്റം കണ്ട് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പൃഥ്വിരാജ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. പല പ്രോജക്റ്റുകളും വേണ്ടാന്ന് വെക്കുന്നു. ആ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം ഒരു ടിപ്പിക്കൽ പൃഥ്വിരാജിൽ നിന്ന് എത്രത്തോളം മാറിയാണ് നജീബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം അഡാപ്റ്റ് ചെയ്തെന്നുള്ള കാര്യം. ഓക്കെ, അത് ജൂറിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണെന്ന് പറയാം. പക്ഷെ ഒരു സ്പെഷ്യൽ മെൻഷൻ പോലും ആ സിനിമയ്ക്ക് കൊടുത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം കൊള്ളാം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് കൊള്ളാം എന്നൊരു പരാമർശം പോലും നടത്താൻ ജൂറി തയ്യാറാകുന്നില്ല. ഉർവശി അടക്കം പറയുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എടുത്തതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയങ്ങൾ ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഉർവശി പറയുന്ന ഒരു കാര്യം. എല്ലാ കാലവും കിട്ടുന്ന അവാർഡുകൾ ഇങ്ങ് തന്നു എന്ന് പറഞ്ഞിട്ട് ഇത് പെൻഷൻ കാശ് പോലെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. എനിക്കിത് അറിഞ്ഞാൽ മതി, ഇത് എന്താണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് പറഞ്ഞു തന്നാൽ മതി എന്നുള്ളതാണ് ഉർവശി പറയുന്നത്. പല പുരുഷ കേസരികളും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പുരുഷ കേസരികളും പറയാൻ മടിക്കുന്ന കാര്യമാണ് ഉർവശി പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം. എന്താണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം? നമ്മളെ പൃഥ്വിരാജിനെ അടക്കം പല പ്രതിഭകളെയും മറന്നുപോയോ, മനഃപൂർവ്വം മറന്നുപോയോ ജൂറി? അവാർഡിൻ്റെ കാര്യം പറയുമ്പോൾ പണ്ട് തിലകൻ പെരുന്തച്ചൻ എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗംഭീര വേഷമായിരുന്നു. MDയുടെ ഗംഭീരമായ സ്ക്രിപ്റ്റ്, അതിൻ്റെ ഡയറക്ഷൻ ഒക്കെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. അവസാന നിമിഷം വരെയും തിലകനാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡിൽ കിട്ടാൻ പോകുന്നത് എന്ന് തിലകനെയും ഡൽഹിയിൽ നിന്ന് ആരൊക്കെ വിളിച്ചു പറഞ്ഞു. സന്തോഷമായിട്ടിരിക്കും, ഇപ്പോൾ അവാർഡ് പ്രഖ്യാപിക്കും, ചേട്ടനാണ് അവാർഡ് എന്ന് പറഞ്ഞു. പക്ഷെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തിലകന് അത്തവണ അവാർഡ് ലഭിച്ചില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് അന്ന് അമിതാഭ് ബച്ചനാണ് അവാർഡ് കിട്ടിയതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് പലപ്പോഴും അവാർഡിൻ്റെ കാര്യം. അതുപോലെയാണ് മമ്മൂട്ടിക്ക് പേരൻപ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമ പുറത്തിറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായതാണ് ഇത്തവണ അവാർഡ് മമ്മൂട്ടിക്കാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തെ തടഞ്ഞു. അതിലും ചില രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ചർച്ചകളുണ്ടായത്. പലപ്പോഴും അവാർഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നേരത്തെയൊക്കെ അവാർഡ് എന്ന് പറയുമ്പോൾ ദേശീയ അവാർഡ്, ചലച്ചിത്ര അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഇവിടെ കോമഡി വേഷങ്ങൾ ചെയ്തിരുന്ന രണ്ടുപേർക്ക്, ഒന്ന് സുരാജ് വെഞ്ഞാറമ്മൂട്, അതുപോലെ തന്നെ സലീം കുമാർ, ഈ രണ്ടുപേർക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടുപേർക്കും അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ അവർ ചെയ്ത ആ സമയത്ത് ചെയ്ത ആ സിനിമയിലെ കഥാപാത്രം, ആ കഥാപാത്രത്തിൽ അവർ എങ്ങനെയാണ് പെർഫോം ചെയ്തത്, അതിനാണ് അവാർഡ്. അതിന് തൊട്ടു മുമ്പ് അവർ ചെയ്തിരുന്ന വേഷങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടല്ല അവാർഡ് കൊടുക്കുക. അപ്പോൾ അത്തരം ജൂറികളും നമ്മുടെ മുന്നിലുണ്ട്. അതെ, പിന്നെ ജൂറി ചെയർമാൻമാരായിട്ട് വന്നിരിക്കുന്നത് പോലും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അവർ വലിയ തർക്കങ്ങൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷമൊക്കെയാണ് അവർ ഒരു തീരുമാനത്തിൽ എത്തുന്നത്. ചേട്ടൻ ഈ തിലകന്റെ കാര്യം പറഞ്ഞതുമായിട്ട് അനുബന്ധമായിട്ടൊരു കാര്യം പറയാണ്. ബ്ലസ്സി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അതായത് ഈ ജൂറിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഈ സിനിമ ഇതിന് മുൻപ് കണ്ടിട്ട്, അവാർഡ് പ്രഖ്യാപനത്തിന് ഒരുപാട് മുൻപേ കണ്ടിട്ട് വിളിച്ച് വല്ലാണ്ട് അഭിനന്ദിച്ചിരുന്നു. അതായത് ഇതിനൊരു അവാർഡിനുള്ള എല്ലാ അർഹതയുമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്താണ് അതിന് പിന്നിൽ നടന്ന രാഷ്ട്രീയം എന്ന് എനിക്കറിയില്ല. ഒരു സംവിധായകൻ എന്ന നിലയിൽ സ്വന്തമായിട്ട് എനിക്കത് കുറച്ചിൽ തോന്നി എന്ന് പോലും ബ്ലസ്സി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ചിലരുടെയൊക്കെ തീർത്താൽ തീരാത്ത മാനസിക വേദനകളിലൂടെയൊക്കെ ഉണ്ട്. അത്തരത്തിൽ വർഷങ്ങൾ നീണ്ട ചില പ്രോജക്റ്റുകളൊക്കെ ആണല്ലോ. ആടുജീവിതം പോലെയുള്ള സിനിമകളൊക്കെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം നടക്കുന്ന ചില സിനിമകളാണ്.
അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ കാണാതെ പോയി എന്നുള്ളത് പരാമർശിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ. ജൂറിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ഫാൻസി ഡ്രസ് പോലെ തോന്നി, റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അവാർഡ് കിട്ടിയ പല നടന്മാരുടെയും നമ്മൾ ചർച്ചയ്ക്ക് പറഞ്ഞിരുന്നു മറ്റേ പുഷ്പയുടെ കാര്യം. അല്ലു അർജുനൊക്കെ പുഷ്പയുടെ അഭിനയത്തിന് പ്രത്യേകിച്ച് സിനിമകളാണെങ്കിൽ കുഴപ്പമില്ല, സിനിമ കണ്ടവർക്ക് അറിയാം അതൊരു പ്യൂർലി ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ളതിനപ്പുറം അഭിനയ പ്രാധാന്യമുള്ള ഒരു വേഷങ്ങളും ആരും അതിൽ ചെയ്തിട്ടില്ല. അതിനൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? അതൊരു നല്ല കൊമേഴ്ഷ്യൽ ചിത്രമാണ്. ആ രീതിയിൽ വിജയമായ ചിത്രം ആഘോഷിക്കപ്പെട്ടത്. അല്ലെ, അതിനൊരു നടന് വെല്ലുവിളി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു, പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അതുവരെ പിന്നെ ചെയ്തിരുന്നതിൽ നിന്ന് മാറിയിട്ട് ശൈലി ഉണ്ടായി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്നാൽ പോലും ഒരു നടനെ ഇപ്പോ മോഹൻലാൽ വാനപ്രസ്ഥത്തിൽ ചെയ്യുന്ന കഥാപാത്രം, അത് കഥകളി പഠിച്ചിട്ടുള്ള ഒരാളല്ല മോഹൻലാൽ. പക്ഷെ ആ സിനിമയിലെ കഥാപാത്രമായി വരുമ്പോൾ അദ്ദേഹം ഈ കഥകളി പഠിച്ച ആളിനേക്കാൾ ഗംഭീരമായി ചെയ്യുകയാണ്. അതുപോലെ മമ്മൂട്ടി പൊന്തന്മാട എന്ന് പറയുന്ന സിനിമ, വിധേയൻ എന്ന് പറയുന്ന സിനിമ, ഈ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഏറ്റവും വടക്കം വീരഗാഥ, ഇതൊക്കെ ഏറ്റവും ഗംഭീരമായ പെർഫോമൻസ്. നമ്മുടെ ഇവിടുന്ന് പോയ ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും സുരേഷ് ഗോപിയുടെ സിനിമ, സുരേഷ് ഗോപിക്ക് അവാർഡ് കിട്ടിയ സിനിമ, ബാലചന്ദ്ര മേനോൻ അവാർഡ് കിട്ടിയ സിനിമ, ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ, മുരളിക്ക് അവാർഡ് കിട്ടിയ സിനിമ, അതുപോലെ തന്നെ PJ ആന്റണിക്ക് അവാർഡ് കിട്ടിയ സിനിമ. ഇങ്ങനെ നോക്കുമ്പം ഇവരൊക്കെ ചെയ്ത അവരുടെ ഏറ്റവും മികച്ച വേഷങ്ങൾക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പിന്നീട് വന്നപ്പോൾ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാളുകൾ വന്ന് മത്സരിക്കുന്നതുകൊണ്ടോ അവർക്ക് ഈ ചെയ്ത വേഷങ്ങൾക്ക് അവാർഡ് കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷെ മറ്റതുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ, ഇവിടെ പുഷ്പയുമായിട്ട് തുലനം ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കുറേ ലിസ്റ്റുകൾ ഞാൻ പറയുന്നത്. അവാർഡ് കിട്ടുമ്പോൾ ആ ജൂറി എങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്. അപ്പോൾ ജൂറിയുടെ ഒരു മഹത്വം ഇതിനകത്തുണ്ട്. യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത ഒരു ജൂറി ഉണ്ടാകുക. അത് മാത്രമല്ല, ഈ അവാർഡിന്റെ ഒരു രീതിയൊക്കെ മാറ്റിയിട്ടുണ്ട്. പല മേഖലകളായിട്ട് തിരിച്ചിട്ട് കണ്ടതിന് ശേഷം ഒരു സ്ക്രീനിങ് നടത്തിയിട്ട് ആണ് പിന്നെ മികച്ച മലയാള സിനിമ ദക്ഷിണമേഖല തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് ദക്ഷിണമേഖല 1 ദക്ഷിണമേഖല 2 ഉണ്ട്. അത് കണ്ടതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഉർവശി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ, ശരി, നിങ്ങൾ പൃഥ്വിരാജിനെ മികച്ച നടനായി പരിഗണിക്കേണ്ട, പക്ഷെ അതിനകത്ത് മറ്റ് എത്രയോ അവാർഡുകൾ കൊടുക്കാം. മികച്ച സംവിധായകനുള്ള അവാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനുള്ള അവാർഡ് കൊടുക്കാം, വേറെ എന്തൊക്കെ, ഇപ്പോൾ പിന്നെ വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് കൊടുക്കാം. ഇത് ഒരു സിനിമയെ പാടെ തടയുകയാണ്, കണ്ടില്ല എന്നടിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പലരും ചോദിക്കാൻ മടിച്ച ഒരു ചോദ്യം ഉർവശിയെ പോലെ ഒരാൾ ചോദിക്കുന്നത്. ഉർവശി പറയുന്നുണ്ട്, എനിക്കങ്ങനെ രാഷ്ട്രീയമില്ല, ഞാൻ നികുതി കൊടുത്താണ് ജീവിക്കുന്നത്, എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് കൃത്യമായിട്ട് അറിയണം. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലെ ലീലാമ്മ, ആ കഥാപാത്രമാണ് ഉർവശി ചെയ്തത്. ഉർവശിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ ഇടക്കാലത്ത് അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിന്നതിന് ശേഷം പിന്നീട് അവർ വന്ന് അഭിനയിക്കുന്ന വേഷങ്ങളെല്ലാം അതിഗംഭീരമായ വേഷങ്ങളാണ്, ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള വേഷങ്ങളാണ്. പല നടിമാർക്കും അങ്ങനെ പറ്റിയിട്ടില്ല. സിനിമയിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം പിന്നീട് വരുന്ന പല നടിമാർക്കും, അത് വളരെ ചുരുക്കം നടിമാർക്ക് മാത്രമേ അങ്ങനെ പോയിട്ടുള്ള നടിമാർ പിന്നെ അമ്മ വേഷത്തിൽ ഒതുങ്ങുമോ, അല്ലെങ്കിൽ വല്ല ചേച്ചിയോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് നീക്കൂടെ. പക്ഷെ അങ്ങനെയല്ല, ഉർവശിയെ പോലുള്ള ആളുകൾ വളരെ ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ അഭിനയിക്കുന്നു, നിരന്തരം അവാർഡ് നേടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അല്ല, അവരെ ഭയമില്ലാതെ അവർ പറഞ്ഞൊരു കാര്യം അതാണ്, ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ശബ്ദിക്കുന്നത്, എനിക്ക് പിന്നാലെ വരുന്ന ആൾക്കാർക്കും ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റാൾക്കാർക്കും വേണ്ടിയാണ്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ അവാർഡ് കിട്ടാതെ പോകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരിക്കാം. അതിൽ നിന്നൊക്കെയാണ് ഈ ഉർവശി വ്യത്യസ്തയാകുന്ന ഒരു കാര്യം. ഉർവശി ഇനി അവാർഡിന് പരിഗണിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ ഉർവശിക്ക് പ്രശ്നമില്ല, അവർക്ക് നല്ല വേഷങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇത് പരിഗണിക്കപ്പെടാതെ പോയി എന്നുള്ളതിനൊരു കാരണം ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, എമ്പുരാൻ എന്ന് നമുക്കറിയാമല്ലോ, എമ്പുരാൻ സിനിമ വന്ന സമയത്തുള്ള ആ കോലാഹലമൊക്കെ നമ്മൾ കണ്ടതാണ്. പല ഹാൻഡിലുകളിൽ നിന്നും അതിനെതിരെ യഥാർത്ഥത്തിൽ ആ സിനിമയുടെ ജാതകം ഈ പ്രതിഷേധം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ വിജയമാകാതെ പോയേനെ. നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു തന്ത്രം അത് തന്നെയാണ്. ലൂസിഫർ കണ്ട ആളുകൾക്ക് വലിയ സംതൃപ്തിയൊന്നും എമ്പുരാൻ കൊടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴാണ് 2ാം ദിവസം മുതൽ ഈ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഈ സീനൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നു, ബുധനാഴ്ചക്കകം കട്ട് ചെയ്യും, വ്യാഴാഴ്ചക്കകം കട്ട് ചെയ്യും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇത് പോയി കാണണം. നല്ല തിരക്കായി. ആ സിനിമ അത്യാവശ്യം
തിയേറ്ററിൽ നിന്ന് 100 കോടി പുറത്ത് വരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ആ സിനിമയുടെ രീതിയിൽ തന്നെ വിട്ട് അതങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സിനിമ വലിയ വിജയമാവുകയും ചെയ്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ നമ്മളിപ്പോൾ എല്ലാത്തിലും രാഷ്ട്രീയം കാണുകയും, അത് ഭക്ഷണത്തിലായാലും സിനിമയിലായാലും കലയിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഭാഷയിലായാലും വസ്ത്രത്തിലായാലും എല്ലാത്തിലും ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ട്. അപ്പോൾ അത് അവാർഡിൽ പോലും നേരത്തെയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരേന്ത്യൻ ലോബി എന്നുള്ളതായിരുന്നു. ഒരു ഉത്തരേന്ത്യൻ ലോബി, അതിനകത്തൊരു രാഷ്ട്രീയം എന്നുള്ളതല്ല, ഉത്തരേന്ത്യൻ ലോബി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഉത്തരേന്ത്യൻ ലോബി ഇപ്പൊ പറ്റിയ എന്താണെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സിനിമ അന്നും വളരെ കണ്ടന്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മികച്ച സിനിമകൾ അക്കാലത്തും ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഉത്തരേന്ത്യയുടെ വേറെ സ്റ്റൈൽ സിനിമകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും അവിടെ അവർക്ക് അവാർഡുകൾ കൊടുത്തിരുന്നു. പിന്നെ ബംഗാളി സിനിമകളുണ്ടായിരുന്നു, ബംഗാളിൽ നിന്ന് വരുന്ന സിനിമകളൊക്കെ മികച്ച സിനിമകൾ. അപ്പോൾ അവർക്കും പിന്നെ മികച്ച പ്രതിഭാധനരായിട്ടുള്ള എത്രയോ സംവിധായകർ അക്കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അവാർഡ് അവർക്ക് കിട്ടിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ ബോളിവുഡ് എന്ന് പറയുന്ന സിനിമാ മേഖലയുടെ ഒരു തകർച്ചയുണ്ട്. സിനിമകൾ തിയേറ്ററിൽ വിജയമാകാതെ പോകുന്നു. ഒരേ സാധനം തന്നെ പിന്നെയും നല്ല സിനിമകൾ വരാതിരിക്കുന്നു. കണ്ടത് തന്നെ പിന്നെയും ചെയ്യുന്നു. ഷാരൂഖ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സിനിമകൾ വലിയ പരാജയമാകുന്നു. ഇതൊക്കെ വരുമ്പോഴാണ് ഷാരൂഖ് ഖാൻ അവിടെ അവാർഡ് കിട്ടുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ബോളിവുഡാണ്. ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമ അടക്കി ഭരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അവാർഡ് കിട്ടുമ്പോൾ, ഇവിടുന്ന് പോകുന്ന സിനിമകൾക്ക് അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ലോബിയുമായി മത്സരം. അവർക്ക് വേറെ ഒന്നിനെയും അപ്പോൾ സിനിമയുടെ കണ്ടന്റ് വെച്ചിട്ടൊരു സിനിമയെ ഇത് കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കാലമൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്നൊരു നടൻ്റെ ഡെഡിക്കേഷൻ ഉണ്ട് അതിനകത്ത്. ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ്. നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതമാണ് പറയുന്നത്. അയാൾ മരുഭൂമിയിൽ പോയി അനുഭവിച്ച ദുഃഖവും പ്രയാസവും അല്ലേ, അതെല്ലാം അയാൾക്കുണ്ടാകുന്ന ശാരീരികമായ പ്രയാസം, മാനസികമായ പ്രയാസം, ഇതെല്ലാം ഒരു കഥാപാത്രമാക്കി നജീബ് അനുഭവിച്ചതിൻ്റെ ഇരട്ടി പൃഥ്വിരാജ് സ്ക്രീനിൽ നമ്മളെ അനുഭവിപ്പിച്ചു. അപ്പോൾ അവരവിടെ പോയി അത്രയും നാൾ ഷൂട്ട് ചെയ്തു. അവർ കോവിഡ് സമയത്ത് അവിടെ പെട്ടു. അതൊന്നും ജൂറി പരിഗണിക്കേണ്ട, അതൊന്നും ജൂറിയുടെ വിഷയമല്ല. പക്ഷേ ഇതിനകത്ത് നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ പരിഗണിക്കാം. ഇപ്പം പൃഥ്വിരാജിനെ മാറ്റി നിർത്തി ശരി പൃഥ്വിരാജിന് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നെങ്കിൽ കൊടുക്കണ്ട. പൃഥ്വിരാജിൻ്റെ അഭിനയം പ്രച്ഛന്ന വേഷം പോലെ തോന്നിയെങ്കിൽ ശരി, അത് മാറ്റി നിർത്താം. പക്ഷേ അതല്ലാതെ തന്നെ എത്രയോ കാര്യങ്ങൾ എല്ലാ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ളൊരു വർക്ക് കാണാൻ പറ്റിയ ഒരു ചിത്രം കൂടിയാണ്. അതെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേറൊരു കാറ്റഗറിയിലും അതൊരു അവാർഡ് അർഹിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ അവാർഡ് കൊടുക്കാം. ഇത് പാടെ തഴയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്തൊരു കൃത്യമായ ഒരു ഇടപെടൽ എവിടെയൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഉർവശിയെ പോലെ ഒരു നടി ചോദ്യം ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ സാന്ദ്ര തോമസിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അവിടെയും ചോദ്യം ചെയ്യാൻ ഒരു വനിത വേണ്ടി വന്നു. കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് നല്ല വേഷങ്ങൾ കിട്ടിയാൽ മതി. അവർ കരിയർ തുടങ്ങി എത്രയോ കാലത്തിന് ശേഷമാണ് അവർക്ക് മികച്ച നടിക്കുള്ള അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് അവർക്ക് കിട്ടുന്നത്. അവരൊന്നും അവാർഡ് പ്രതീക്ഷിച്ച് അഭിനയിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പിന്നീട് കരിയറിന്റെ അടുത്ത ഘട്ടം വന്നതിന് ശേഷമാണ് തുടരെ അവർക്ക് അവാർഡുകൾ കിട്ടി തുടങ്ങിയത്. അവർ നല്ല വേഷങ്ങൾ ചെയ്യുന്ന. അപ്പോൾ ഒരു സഹനടി, നേരത്തെ പണ്ട് ഇരുവർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, മോഹൻലാലും പ്രകാശ് രാജുമാണ് അഭിനയിച്ചത്. അപ്പോൾ ആ സിനിമയിൽ അവാർഡ് പരിഗണിപ്പിച്ച് രണ്ടുപേരെയും പരിഗണിച്ചു. അപ്പോൾ രണ്ടുപേർക്കും അങ്ങനെ കൊടുക്കാൻ പ്രയാസം വന്നപ്പോൾ ഡയറക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതിലാരാണ് നായകൻ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, FGRന്റെ കഥയാണല്ലോ പറയുന്നത്. പറഞ്ഞു നായകൻ പ്രകാശ് രാജാണ്. അങ്ങനെയാണ് പ്രകാശ് രാജിന് മികച്ച നടനുള്ള അവാർഡ് കൊടുക്കുന്നത്. പക്ഷെ അതേസമയം മോഹൻലാൽ അർഹനാണ്. ഇപ്പൊ രണ്ടുപേരും വന്നപ്പോൾ രണ്ടുപേരും ഗംഭീരമായി പെർഫോം ചെയ്തിരിക്കുന്നു. ഇതിൽ ആർക്ക് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ, ആരാണ് നായകൻ. അപ്പം അവിടെ സഹനടൻ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഇത് പ്രധാന വേഷം ചെയ്ത ആള് സഹനടിയാകുകയും, അതാണ് അവർ ചോദിക്കുന്നത്, എന്താണ് അതിൻ്റെ മാനദണ്ഡം. പ്രധാന വേഷം ചെയ്ത ആളിനെ നിങ്ങൾ സഹനടിയാണ്, നിങ്ങൾക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മാനസികമായി ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത ഒരാൾക്ക് സ്വാഭാവികമായി അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ക്രൈറ്റീരിയ എന്താണെന്ന് ഞങ്ങൾ ഈ അവാർഡ് തരും, നിങ്ങൾ മിണ്ടാതെ വാങ്ങിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ
രീതിയല്ലല്ലോ. അതോടൊപ്പം ഈ പറഞ്ഞ കണക്ക് എമ്പുരാൻ ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജിനെ തഴയപ്പെടുകയും കേരള സ്റ്റോറി മികച്ച സംവിധായകൻ കേരള സ്റ്റോറിയുടേതായി മാറുകയും ചെയ്യുമ്പോഴും കൂടിയാണ് ഈ ഒരു അവാർഡ് ചർച്ചയാവുന്നത്, രാഷ്ട്രീയം വലിയ ചർച്ചയാവുന്നത്. പിന്നെ മറ്റൊരു കാര്യവും വളരെ കുറേ നാളുകളായിട്ട് ഈ പണ്ട് നമുക്ക് ദേശീയ അവാർഡൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ വലിയ ആവേശം, ഇത് കാണാനും കേൾക്കാനും ആഘോഷിക്കപ്പെടാനും ഒക്കെയുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം ഇത് ഏറ്റവും മികച്ച ആളുകളെ തന്നെയാണ്, നിഷ്പക്ഷമായിരുന്നു, അതിനകത്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വളരെ ചെറിയ തോതിലൊക്കെ വന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനല്ല. കുറേ കാലമായിട്ട് അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് വലിയ ആവേശമോ സന്തോഷമോ അല്ലെങ്കിൽ ഇങ്ങനെ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അവാർഡുകളൊന്നും നമ്മളെ ഇയാൾക്ക് അവാർഡ് കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള അവാർഡുകളൊന്നും നമ്മൾ കാണുന്നില്ല. അതിനകത്തൊക്കെ കൃത്യമായി ചില സ്വാധീനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം എന്ന് സംശയിക്കുന്ന തരത്തിൽ, ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ സംശയിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ ആടുജീവിതത്തിനെ മാറ്റി നിർത്തുമ്പോഴും അത് തന്നെയാണ്. അങ്ങനെ ഒരു സിനിമയെ പാടയെ തഴയുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എമ്പുരാൻ ഒരു കാരണമാകുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ച സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ഉണ്ടാകും. അത് ചോദിക്കാൻ ഉർവശിയെ പോലെ ഒരു നടി, ഉർവശി അതാണ് ചോദിക്കുന്നത്, എന്നെപ്പോലെ ഒരാൾ ചോദിച്ചില്ലെങ്കിൽ പിന്നീട് എൻ്റെ പിന്നാലെ വരുന്ന ആളുകൾ ചോദിക്കില്ലേ, നിങ്ങളോ ചോദിച്ചില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം അവർ കൃത്യമായി പറഞ്ഞു. അവർക്കെതിരെയും വലിയ സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമാണ് അഭിപ്രായം പറയുമ്പോൾ അതിനെതിരെ ഉള്ള അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഇനി തുടർന്ന് വരുമ്പോൾ ഈ പണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് എനിക്കൊന്ന് വടക്കം വീരഗാഥയാണോ പൊന്തന്മാടയാണോ ഏതോ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന സമയത്ത് വിധേയൻ, അങ്ങനെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു, ബാലേന്ദ്ര മേനോൻ അന്ന് ഉള്ള സമയമാണ്, എനിക്ക് വടക്കം വീരഗാഥയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ജൂറിക്ക് വ്യത്യസ്ത അഭിപ്രായം വന്നു. അപ്പം ഒരു വിഭാഗത്തിന് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഒരു വിഭാഗം വേറൊരു നടനെ, അത് ഉത്തരേന്ത്യയിൽ തന്നെയുള്ള ഒരു നടനാണ്, ആ നടൻ മതി എന്നുള്ള ചിന്ത വന്നു. പക്ഷെ അന്ന് ബാലേന്ദ്ര മേനോൻ പക്ഷേ ഈ ജൂറിയിലെ ഓരോ അംഗങ്ങളോടും പറഞ്ഞ് ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചന്തു എന്നുള്ളത് കേട്ടറിവ് മാത്രമാണ്, ഇത് നമ്മളാരും ഈ രൂപം കണ്ടിട്ടില്ല, ഇയാളുടെ രൂപം ഇങ്ങനെയാണെന്ന് ഒരു പടമോ അല്ലെങ്കിൽ ഒരു പ്രതിമയോ അതൊന്നുമില്ലാതെയാണ് ഈ നാട്ടിൻപുറത്തുള്ള ഒരു നടൻ വന്നിട്ട് ഈ ചന്തുവിൻ്റെ ശരീരഭാഷയിലേക്ക് മാറുന്നതും അയാളുടെ ശബ്ദത്തിലേക്ക് മാറുന്നതും. ഇതാണ് ചന്തു. ഇപ്പം എത്ര ആളുകൾ അത് കഴിഞ്ഞ് ചന്തുവായിട്ട് വന്നാലും ആ ചന്തുവാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പം അത് പറഞ്ഞിട്ട് ഈ ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഈ നടൻ ചെയ്തിരിക്കുന്നത്. മുൻമാതൃകകളൊന്നും ഇല്ല. ചന്തു എന്ന് പറയുന്ന ആളിന് വേറൊരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രൂപമൊന്നും ഇല്ല. അടിസ്ഥാനപരമായിട്ട് ഇത് ഒരു ദേശീയ തലത്തിലെ ഒരു അവാർഡ് പ്രഖ്യാപനമാകുമ്പോൾ അത്രയും മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ കൂടി ജൂറിയിൽ ഉണ്ടാകണം എന്നത് വളരെ പ്രധാനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട. നമുക്ക് ഇവിടുന്ന് തന്നെ ഇങ്ങനെ വളരെ തവണത്തെ ഈ അവാർഡ് കമ്മിറ്റിയിലുള്ള ആളുകളിലേക്ക് കാര്യം എടുത്താൽ പലരും നമുക്ക് അതൊക്കെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ഒരു ജൂറിയുടെ തീരുമാനം അന്തിമമാണ്, അത് അംഗീകരിക്കുക എന്നുള്ളത്. പക്ഷെ അപ്പോഴും നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം. അതിപ്പം ഇപ്പോഴെന്നല്ല, നാളെ അവാർഡ് പ്രഖ്യാപിച്ചാലും നിങ്ങൾ മിണ്ടാതെ ഇരുന്നോണം ഞങ്ങൾ തരുമെന്നുള്ളതല്ലല്ലോ. ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് അത് കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരു സിനിമയെ തഴയുമ്പോഴായാലും അതെന്തുകൊണ്ട് നിങ്ങൾ തഴഞ്ഞു എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയുകയാണ് ഇത് റിയലിസ്റ്റിക് അല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നേരത്തെ കിട്ടിയ ആൾ റിയലിസ്റ്റിക് ആയിരുന്നു എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതിനുള്ള മറുപടിയും കൂടെ കരുതി വെക്കണം. നിങ്ങൾ എന്തുകൊണ്ട് പുഷ്പയ്ക്ക് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നടന് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയും കൂടെ പറയണം. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് റിയലിസ്റ്റിക്, അത് പുഷ്പ ഫയർ ആയതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തതെന്ന് ഒരു മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. പൃഥ്വിരാജ് ഫ്ലവറും പുഷ്പ നജീബ് ഫ്ലവർ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ മാനദണ്ഡങ്ങളും അതൊക്കെ ഉണ്ടാകേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഉർവശിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് തന്നെ നമുക്ക്. എന്തായാലും മലയാള സിനിമയടക്കം വലിയൊരു ശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. ഈ അവാർഡ് നിർണയവും അവാർഡ് ജൂറിയും ഒക്കെ അതേപോലെ ഒരു ശുദ്ധീകരിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് കൂടി എത്തുകയാണ്. അതിൽ മാറ്റങ്ങൾ അല്ലേ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അവാർഡുകൾ എപ്പോഴും സുതാര്യമായിരിക്കണം. നമ്മുടെ മുന്നിൽ വരുന്ന സിനിമകൾ കാണുക, ആ സിനിമകളിൽ മികച്ചത്. പലപ്പോഴും പല ജൂറി അംഗങ്ങളും ഈ ഇതൊന്നും ഇതിന് ശേഷമാണല്ലോ ഇതൊക്കെ പലരും ഉറങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ മറ്റവർ വന്ന് പറയും ചേട്ടാ ഇത് നല്ലതായിരുന്നു കേട്ടോ സാറേ, ഇത് നല്ല സിനിമയായിരുന്നു എന്ന് പറയുമ്പോഴാണ് ശരി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിരന്തരം ഇത് മൊത്തം ഇരുന്ന് കാണണ്ടേ, കണ്ട് ഇത് മനസ്സിലാക്കിയെടുക്കുകയൊക്കെ വേണ്ടേ. ആ സിനിമാ ബോധമുള്ള പണ്ടൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ആ ജൂറി അംഗങ്ങൾ എന്നൊക്കെ പറയുന്നതും ചെയർമാൻ എന്നൊക്കെ പറയുന്നതും
ആ സിനിമാ ബോധമുള്ള ആളുകളായിരുന്നു. സമൂഹത്തിനിടയിൽ അത് അത്ര ആഘോഷിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം കൂടി അതായിരുന്നു ഏറ്റവും മികച്ച. അപ്പം നമുക്ക് തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കാൻ കൊണ്ടുവരുന്നതും, അതിപ്പോൾ ഏത് സർക്കാർ വന്നാലും കൊണ്ടുവരുന്നതും അത്രയും മികച്ച ഒരു ജൂറി ചെയർമാനെയാണ് കൊണ്ടുവരുന്നത്. പുറത്തു നിന്നൊക്കെ ഉള്ള ആളുകൾ വന്നാലും അവർ ഏറ്റവും മികച്ച ഒരാളെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ ചില അവാർഡൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ എന്താ പറയുന്നത്, ബഹളങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഉണ്ട്. ഇനിയിപ്പോൾ അവാർഡൊക്കെ പ്രഖ്യാപിച്ചു, എന്നാലും ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യം എക്കാലവും മാറ്റങ്ങൾക്ക് ഇടയാക്കട്ടെ. ഇടയാക്കട്ടെ. ശരി.